ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളുടെ 2 മാളികപ്പുറങ്ങളും ശബരിമലയിലേക്ക് പോകുവാണ്. ഇവിടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ വെച്ചാണ് കെട്ടുമുറുക്ക്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോകുവാണ്. ദീപാരാധന കഴിഞ്ഞിട്ടാണ് കെട്ടുമുറുക്ക് തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്തേക്ക് അവിടെ എത്തിയാൽ മതിയായിരുന്നു. അമ്പലം തൊട്ടടുത്തായതുകൊണ്ട് തന്നെ എല്ലാവരും നടന്നാണ് പോകുന്നത്. ശബരിമല സീസൺ തുടങ്ങിയിട്ട് ഈ ഭാഗത്തുള്ള ആരും തന്നെ പോയി കണ്ടില്ല. ഇനിയിപ്പോൾ ഇവർ പോകുന്നത് കാണാം. അങ്ങനെ ഞങ്ങളെല്ലാം നടന്ന് അമ്പലത്തിലെത്തി നേരെ ഭഗവാനെ കണ്ടു തൊഴുതു. കുഞ്ഞുങ്ങൾ പിന്നെ നേരത്തെ ദീപാരാധന സമയത്ത് വന്ന് തൊഴുതിരുന്നു. ഞാൻ വരുന്നത് നോക്കി ഇതേ ഒരാൾ ഇവിടെ നിൽക്കുന്നത് കണ്ടോ. ഇവർ 2ാമത്തെ പ്രാവശ്യമാണ് മലയ്ക്ക് പോകുന്നത്. അകത്ത് കയറി ഞങ്ങളെല്ലാവരും ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കെട്ടുമുറുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ സൗമ്യമാരെല്ലാം നെയ്ത്തേങ്ങ നിറച്ചു. അച്ചയ്ക്ക് 2 നെയ്ത്തേങ്ങ നേർച്ചയുണ്ടായിരുന്നു. പണ്ടൊക്കെ വീടുകളിൽ തന്നെയായിരുന്നല്ലോ കൂടുതലും നമ്മൾ കെട്ടുമുറുക്കിക്കൊണ്ടിരുന്നത്. മലയ്ക്ക് പോകുന്ന ദിവസം രാവിലെ തുടങ്ങും പന്തലൊക്കെ ഒരുക്കാനായിട്ട്. പന്തൽ ഒരുക്കാൻ വേണ്ടി മെയിനായിട്ട് വാഴപ്പോളയും കുരുത്തേലയായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. അതൊക്കെ അലങ്കരിക്കാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരുന്നു. ശരിക്കും ഇവർ പോകുന്നത് കണ്ടപ്പോൾ അതൊക്കെ മിസ് ചെയ്തു. ഇനിയിപ്പോൾ അച്ഛൻ അടുത്ത വർഷം പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെറ്റാക്കാനില്ല. ഇവിടെ മാളികപ്പുറങ്ങൾ എല്ലാവർക്കും ദക്ഷിണ കൊടുക്കുന്ന സമയമായിരുന്നു. എനിക്കും കിട്ടി 2 ദക്ഷിണ. അതിനുശേഷം കുട്ടവും മോളും പോയി കെട്ടിൻ്റെ മുകളിൽ പൈസ വെക്കുകയും ചെയ്തു. അങ്ങനെ തിരുമേനി എല്ലാവർക്കും കെട്ടും എടുത്ത് കൊടുത്തതിന് ശേഷം അവർ അമ്പലത്തിനകത്ത് തന്നെ വലവും വെച്ചിട്ട് ഇറങ്ങി. അയ്യപ്പോ 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 എന്ത് വരുന്നേ? അങ്ങനെ അവരെ യാത്രയാക്കിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് നടന്ന് പോകുന്ന വഴിക്ക് ഈ പൂവിൻ്റെ മുട്ട് പണ്ട് നെറ്റിയിൽ വെച്ച് പൊട്ടിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ വീട്ടിലേക്ക് നടന്നു. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.